ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. ഇബ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീണ്ടും ഒരു അമ്പഴങ്ങ അച്ചാറുണ്ടാക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പുതിയൊരു രീതിയിലുള്ള അച്ചാറാണ്. ഞങ്ങൾക്ക് സ്വീറ്റ് അമ്പഴത്തിൻ്റെ നല്ലൊരു മരം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥിരം അമ്പഴങ്ങ അച്ചാർ പല രീതിയിലുള്ളത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ അച്ചാറിടുന്നതിന് വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അമ്പഴങ്ങയാണ്. ഇത് അതിന് ചേർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. കുറച്ച് കാന്താരിമുളകാണിത്. പാൻ ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയും കടുക് താളിക്കണം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇളം ചുവപ്പ് നിറമാകുന്നത് വരെ വഴറ്റണം. നല്ല ഇളം ചുവപ്പ് നിറം വരണമല്ലോ. നമുക്ക് ഇതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടണം. പച്ചമുളക് ഇത് വഴന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് അതും കൂടി ഇടാം. പച്ചമുളകും കൂടി ഞാൻ ഇതിനുള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. പച്ചമുളക് ഇട്ടാൽ കുഴപ്പം അതിങ്ങനെ പൊട്ടിത്തെറിക്കും. വെളുത്തുള്ളി ഇളം ചുവപ്പ് നിറമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും കൂടി ഇട്ടായിരുന്നു. ഞാനൊരു മണ്ടത്തരം കാണിച്ചു. നല്ല തീയിലിട്ടാനാണ് പച്ചമുളക് ഇട്ടത്. തീ കുറച്ചില്ല. അതുകൊണ്ട് അതെല്ലാം പൊട്ടിത്തെറിച്ച് കുറച്ച് നേരം ദേഹത്തുമൊക്കെ വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അമ്പഴങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ അമ്പഴങ്ങ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് പൊടിയൊക്കെ ഇടാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. തീ ചെറുതാക്കി വെച്ചിട്ട് വേണം ഇടാൻ കേട്ടോ. ഞാനൊരു ഏകദേശം 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂണെന്ന് പറയുന്നത് പഴയ കോംപ്ലാൻ കുപ്പിക്കകത്ത് വരുന്ന സ്പൂണാണ്. ഇപ്പോഴും വരുന്നുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ കുട്ടികളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ അത് നമ്മൾ ധാരാളം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം കുറേയൊക്കെ അങ്ങ് പോയി എൻ്റെ കയ്യിൽ നിന്ന്. എങ്കിലും അതാണ് എൻ്റെ അളവ് സ്പൂണ്. മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കകത്തും ആ സ്പൂൺ തന്നെയാണ് കേട്ടോ. അതിനുശേഷം സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടാൽ അച്ചാറിൻ്റെ കളർ കുറയും എന്നാണ് പറയുന്നത്. അത് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനിയും കുറച്ച് കടുക് ഇടണം. കടുക് ഞാൻ പൊടിച്ച് വെച്ചിരുന്ന കടുകാണ്. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പും കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഞാൻ വീഡിയോ എടുത്തില്ലത്. അതാണ് ഈ കാണുന്നത്. നല്ലപോലെ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇത്തിരി കായപ്പൊടി കുറവാന്ന് തോന്നുന്നു. ഇത്രയും ഇട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കേട്ടോ. കറിവേപ്പില നമ്മൾ എടുത്തുകൊണ്ട് വന്നതില്ല, അതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇടണം. അപ്പോൾ ഇതിങ്ങനെ നല്ല കുഴഞ്ഞ പരുവത്തിൽ ഇരിക്കുവാണെങ്കിലും ഞാൻ ഇത്തിരി തിളച്ച വെള്ളം കൂടി ഇതിൻ്റെ കൂടി ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം വലിഞ്ഞ് ഊറി വന്നിട്ട് അതിത്തിരി
കുഴമ്പ് പോലെ ആകും. പക്ഷെ ഞാനിത് സ്വല്പം വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത് മുളകത്തിരി ചൂടായിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. അത് നല്ല റെഡ് കളർ ഇല്ല. ഇനി ഇതിനകത്ത് മുളക് ചേർത്താൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇനി മുളക് ചേർക്കേണ്ട. മുളകിൻ്റെ എരി കാണും, കാരണം ഇത് സാധാരണ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇത് കുറേ ദിവസമൊക്കെ ഇരിക്കുന്ന അച്ചാറാണ്. നമ്മളിപ്പം പ്രത്യേകിച്ച് വെള്ളം ചേർത്തല്ല, വെള്ളം തൊട്ടിട്ടൊന്നുമില്ല. തിളച്ച വെള്ളമാണ് ഞാനിതിനുള്ളിൽ ഒഴിച്ചത്. ഇപ്പോൾ ഇത് കുഴഞ്ഞ് വീഡിയോ കാണുന്നതിനെക്കാട്ടി നല്ലതുപോലെ കുഴഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുഴഞ്ഞ് നല്ല പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ അമ്പഴങ്ങയ്ക്കകത്തുള്ള വെള്ളം എല്ലാം ഊറി ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാകും. വെള്ളം ഒഴിച്ചില്ലെങ്കിലും അത് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ എനിക്കത് ഇത്തിരിയും കൂടെ ഒരു ലൂസായിട്ടിരിക്കുന്നതാണ് താല്പര്യം. ഇപ്പം പാകത്തിനാണ് ഉപ്പൊക്കെ. അതെല്ലാം കുറച്ച് നാളെ ആകുമ്പം ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറവാണെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് പൊടി വേണമെങ്കിൽ ഒന്ന് ചേർക്കാം. അപ്പോൾ നീരൊന്നും ഒഴിക്കരുത്, ഉപ്പ് പൊടി ചേർക്കാം. അതല്ല കുറേ നാളിരിക്കണമെങ്കിൽ ആ ഉപ്പ് പൊടി ഒന്ന് ചൂടാക്കി ചേർത്താലും കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ വേറൊരു തരം. നേരത്തെ അരിഞ്ഞിട്ട അമ്പഴങ്ങ അച്ചാർ ഞാൻ ചെയ്തായിരുന്നു. ഇത് മുഴുവനെ പിഞ്ചമ്പഴങ്ങയാണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് സീറ്റ് അമ്പഴമാണ്. ഇത് കാഴ്ചയിൽ ഇത്തിരി വലുതാണെങ്കിലും ഇത് പിഞ്ചാണ് കായ. അത് എന്നും ഞങ്ങൾക്ക് അമ്പഴങ്ങ ഉള്ളതുകൊണ്ട് അമ്പഴങ്ങ അച്ചാർ മുഴുവനെ വെള്ളത്തിലിടുവോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുവോ അല്ലെങ്കിൽ അരിഞ്ഞെടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പലവിധം നമുക്ക് എപ്പോഴും അമ്പഴങ്ങ അച്ചാർ കാണും. ഇത് ഞാൻ 2ാമത്തെ തരമാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് കുരുവിനൊന്നും വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഫുള്ളും കഴിക്കാൻ പറ്റും. അങ്ങനെ നോക്കിക്കേ, എനിക്കിഷ്ടമായ കൂട്ടുകാരെ ഈ അമ്പഴങ്ങ അച്ചാർ. ഇനി അത് അടുത്ത നല്ലൊരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.